നമസ്കാരം. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നതായിട്ടുള്ള ഒരു വിഷയം റേക്കിയിൽ വളരെയധികം പ്രധാനപ്പെട്ടതായിരിക്കുന്ന, അതായത് റേക്കിയുടെ ഏതൊരു ചാനലും സെക്കൻഡ് ലെവൽ മുതലുള്ള ഏതൊരു റേക്കി ചാനലും 100% അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു വസ്തുത. കാരണം സെക്കൻഡ് ലെവൽ മുതൽ നാം മറ്റു വ്യക്തികളെയും റേക്കിയിൽ ഹീലിംഗ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഹീലിംഗ് കൊടുത്ത് അവർക്ക് സൗഖ്യം നൽകാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഏതൊരു ചാനലിനും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതായിട്ടൊരു വസ്തുത, അവർ ചോദിക്കുന്ന ഒരു വസ്തുത, അവർ പേടിക്കുന്ന ഒരു വസ്തുത, ഒരാൾക്ക് ഹീലിംഗ് ചെയ്ത് കൊടുത്താൽ അവരുടെ പ്രശ്നങ്ങള്, ദോഷങ്ങള്, രോഗങ്ങള്, മണി ബ്ലോക്കൊക്കെ നമുക്കും ബാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം ധാരാളം ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമുക്കത് ഒന്ന് അറിവില്ലായ്മയാണ്, ഒന്ന്. രണ്ടാമത് നമ്മൾ അനാവശ്യമായിട്ട് പേടിച്ചുകൊണ്ടേയിരിക്കുക, ആവശ്യമില്ലാതെ പേടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരവസ്ഥയും കൂടിയുണ്ട്. ഇപ്പൊ ചില ആളുകൾക്ക് എങ്കിലും ചിലപ്പോ അവരുടെ എന്തെങ്കിലുമൊക്കെ ഒരു വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളോ, സിമ്പിൾ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങളൊക്കെ ക്ലയന്റിന്റെ പ്രശ്നങ്ങള് ആ ഹീൽ കൊടുത്ത വ്യക്തിയിലേക്ക് ചിലപ്പോഴൊക്കെ ചെറിയ രീതിയിൽ വന്നിട്ടും കണ്ടിട്ടുണ്ട് എന്നൊക്കെയാണ് ചില ആളുകൾ പറയുന്നത്. നമുക്കിതുവരെ വന്നിട്ടുമില്ല, എന്നാൽ ചില ആളുകൾക്ക് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒന്ന്, മറ്റു വ്യക്തികളെ നമ്മൾ ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും നമുക്ക് പ്രൊട്ടക്ഷൻ എടുക്കുക, റേക്കി ഷീൽഡ് ചെയ്യുക, അതേപോലെ ആ വ്യക്തിയും ആർക്കാണോ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അവർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കുക, അവർക്ക് റേക്കി ഷീൽഡ് കൊടുക്കുക. അവസാനമായിട്ട് ആ കണക്ട് ചെയ്തിരിക്കുന്ന ആ ക്ലയന്റും നമ്മളും തമ്മിലുള്ള എതിരക്ക് കോഡ് കണക്ഷൻ കട്ട് ചെയ്യുക. ഇതൊരു റേക്കിയുടെ ഒരു പ്രോട്ടോകോളാണ്. ഇത് നിർബന്ധമായിട്ടും നമ്മളത് അനുവർത്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇതൊന്നും ചെയ്യാതിരിക്കുന്ന ഒരു സമയത്തായിരിക്കും കൂടുതലും അവർക്കത് ബാധിച്ചിട്ടുണ്ടാവുക. പിന്നീട് അത് മാത്രമല്ല, ചില ആളുകൾ ഇതൊക്കെ ചെയ്തിട്ട് പോലും ചില ആളുകൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ചില ആളുകളെ സംബന്ധിച്ച് അങ്ങനെ ഒരു അവരുടെ ക്ലയന്റിന്റെ ആയിട്ടുള്ള മറ്റു കാര്യങ്ങളിൽ നമ്മൾക്ക് വരുമോ ഇല്ലയോ എന്ന് 24 hours ചിന്തിച്ചുകൊണ്ടേയിരിക്കും. വരുമോ ഇല്ലയോ, വരുന്ന അവരുടെ മനസ്സിൽ തന്നെ വരുമെന്ന പേടിയോട് കൂടിയാണ് ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന സമയത്തും റേക്കിയുടേതായിരിക്കുന്ന യാതൊരു വിധത്തിലുള്ള കാര്യവും ഇല്ലാതെ തന്നെ പ്രകൃതിയിൽ നിന്ന് നമ്മൾ ചിന്തിച്ച് ലോ ഓഫ് അട്രാക്ഷൻ പോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിർബന്ധമായിട്ട് ഫോഴ്സ്ഫുള്ളി നേടിയെടുക്കും. അത് പിന്നെ റേക്കിയുടെ തലയിലിട്ടിട്ട് കാര്യമൊന്നുമില്ല. സ്വയം അങ്ങനെ ചിന്തിക്കാതിരിക്കുക. എന്നാൽ ഇതിൽ ഇവിടെ പറയുന്നത്, ഒരു നല്ല റേക്കി ഹീലർ ആണെങ്കിൽ ഒരിക്കലും ഒരു ക്ലയന്റിന് റേക്കി ഹീല് കൊടുത്താൽ അവരിൽ നിന്നും ശാരീരികമോ മാനസികമോ വൈകാരികവുമായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങൾക്കും നമ്മളിലേക്ക് വരില്ല. അതിന് വരാതിരിക്കാൻ നമ്മൾ എന്തായിരിക്കണം, നമ്മുടെ ചിന്ത എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല്, രോഗശാന്തി നൽകുകയാണ്, നാം ആ വ്യക്തിക്ക് രോഗശാന്തി നൽകുകയാണ് എന്ന ഒരു ചിന്ത ടോട്ടലി നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അവർക്ക് രോഗശാന്തി നൽകുകയല്ല, രോഗശാന്തി നൽകുകയാണ് എന്ന ചിന്ത ഒഴിവാക്കിയിട്ട് നമ്മൾ ഒരു റേക്കിയുടെ മഹത്തായ ആ രോഗശാന്തി ഊർജത്തിന്റെ റേക്കിയുടെ ഒരു ചാനലാണ് എന്ന ഒരു അവബോധത്തോടു കൂടി, ഒരു ബോധത്തോടു കൂടിയാണ് നാം എപ്പോഴും റേക്കി ഹീല് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഒരാൾക്ക് റേക്കി ഊർജം കൊടുക്കുകയാണ്, രോഗശാന്തി നൽകുകയാണ് നൽകുകയാണ് എന്ന ആ ഒരു സ്ഥാനത്ത് രോഗശാന്തി ഊർജം ഞാൻ ചാനൽ ചെയ്യുകയാണ്, ആ വ്യക്തിയിലേക്ക് ഒഴുക്കുകയാണ് എന്ന ഒരു ബോധത്തെ, ആ വാക്കിനെയാണ് അവിടെ മാറ്റി സ്ഥാപിക്കേണ്ടത്. നമ്മുടെ ചിന്തയും അതായിരിക്കും. കാരണം നമ്മള് പറഞ്ഞാൽ ചലിക്കുന്ന അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ഊർജത്തിന്റെ സംവിധാനമാണ് യഥാർത്ഥത്തില് മനസ്സ്. അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അതിനെ പരിഗണിക്കേണ്ടതാണ്. കാരണം നമ്മുടെ ഊർജം ആ ഒരു ബോധത്തെ പിന്തുടരുന്നുണ്ട്. അല്ലെങ്കിൽ ഊർജം, നമ്മുടെ ശ്രദ്ധ ഉള്ളിടത്തേക്ക് ഊർജം, നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ശ്രദ്ധയുള്ളിടത്തേക്ക് ഊർജം പോകുന്നുണ്ട്. നമ്മൾ എവിടെയോ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടെങ്കിൽ എനിക്ക് ശ്രദ്ധിച്ച് അവിടെ കൊണ്ടിരിക്കും, അവിടേക്ക് ഊർജം പോകുന്നുണ്ട്. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ശ്രദ്ധ എവിടേക്കാണോ അവിടേക്ക് ഊർജം ഒഴുകും.
അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന അവരുടെ നിന്നോ നെഗറ്റീവ് എനർജി വരുന്നുണ്ടോ ഊർജ്ജം ഒഴുകും, അവരിൽ നിന്ന് ഊർജ്ജത്തെ നമ്മൾ പിടിച്ചെടുക്കുകയും ചെയ്യും. നമ്മൾ അങ്ങനെ ഒരു ചിന്തയെ വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ചിന്ത വെക്കാതെ, അങ്ങനെ യാതൊരു ചിന്തയും വെക്കാതെ ഒരു നിർഗുണമായ രീതിയിൽ, ഇപ്പൊ നമ്മളൊരു സ്കൂളിലൊക്കെ പഠിക്കുന്ന ഗ്രാഫൊക്കെ വരക്കുന്നത് എങ്ങനെയാണ്? ഗ്രാഫ് ഒരു സ്ക്വയർ കൂട്ടണം, ചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ നടുവിൽ ഒരു സെന്ററിൽ ബിന്ദു 0 ഇട്ട് കഴിഞ്ഞാൽ ആ 0 ആയിരിക്കണം നമ്മുടെ മൈൻഡ്. പോസിറ്റീവ് പാർട്ടിലേക്കോ നെഗറ്റീവ് പാർട്ടിലേക്കോ നമ്മൾ പോകാത്ത രീതിയില. അപ്പൊ നമ്മൾ എന്തായിരിക്കണം? നമ്മൾ രോഗശാന്തി നൽകുകയാണ് എന്ന രീതി മാറ്റിയിട്ട് നാം റേക്കി ചാനലാണ് എന്ന ബോധത്തോടു കൂടി ഒരു ചാനലിംഗ് ചെയ്യുകയാണ്. ആ വ്യക്തിയിലേക്ക് രോഗശാന്തി ഊർജത്തെ ചാനൽ ചെയ്ത് ആ വ്യക്തിയിലേക്ക് നൽകുകയാണ് എന്ന രീതിയിലേക്ക് ഒരു മാറ്റം നമ്മൾ വരുത്തണം. ഈ ഒരു മാറ്റം ഇപ്പം ഭഗവത്ഗീതയിലേക്ക് ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു നിർഗുണ അവസ്ഥയില് നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മത്തിന്റെയും പുണ്യമോ പാപമോ രണ്ടും നമ്മൾ എടുക്കുന്നില്ല. ആ രീതിയിൽ വേണം നമ്മൾ എപ്പോഴും റേക്കി ഹീലിംഗ് ചെയ്യാൻ. മറ്റുള്ളവർക്ക് ഹീലിംഗ് കൊടുക്കുമ്പോൾ പ്രൊട്ടക്ഷനിലൊക്കെ ഇതിന്റെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് എടുക്കുക, റേക്കിയില് കോഡ് കട്ടിങ് ചെയ്യുക. പക്ഷെ ഏറ്റവും പ്രധാനമായിരിക്കുന്നത് നമ്മുടെ ഒരു മനസ്സ് രോഗശാന്തി നൽകുകയാണ് എന്ന് പറയരുത്, ചിന്തിക്കരുത്. രോഗം ഒരു ചാനലൈസ് ചെയ്ത് ആ വ്യക്തിയിലേക്ക് ചാനൽ കൊടുക്കുകയാണ്. ഇതിന്റെ പോസിറ്റീവോ നെഗറ്റീവോ ഒന്നും ചിന്തിക്കാതെ ഒരു നിർഗുണമായ അവസ്ഥ, ന്യൂട്രൽ ആയിരിക്കുന്ന മൈൻഡോട് കൂടി ആ വ്യക്തിയിലേക്ക് കൊടുക്കുക. ഇത് നമ്മൾ വളരെയധികം പറയാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്കൊരു മാറ്റം വരുത്തേണ്ടത്, കുറച്ചൊരു മാറ്റം വരുത്തേണ്ടത് സമതുലിതമായിട്ടുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കുക. റേക്കിയുടെ 5 പ്രിൻസിപ്പൽ കൃത്യമായിട്ട് പാലിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഇതൊക്കെ ഹീലിംഗ് സെഷനൊക്കെ തുടങ്ങുന്ന സമയത്ത് ഒരു പ്രാർത്ഥന, ഏറ്റവും നല്ല റേക്കി ഊർജം മാത്രമേ എന്നിലേക്ക് വരുന്നുള്ളൂ, ഒരു 3 തവണ പറയുക. ഞാൻ എല്ലാവരുടെയും പ്രയോജനത്തിന് വേണ്ടി ഞാൻ റേക്കിയുടെ ഒരു തുറന്ന ചാനലാണ്, ഒരു 3 പ്രാവശ്യം പറയുക. ഞാൻ ദൈവികമായി നയിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു, ഒരു 3 തവണ പറയുക. ഇങ്ങനെ നമുക്ക് പറഞ്ഞ ഉടനെ നമുക്ക് റേക്കി പ്രൊട്ടക്ഷൻ, റേക്കി ഷീൽഡ് ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. അതേപോലെ റേക്കിയുടെ ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ആ ഒരു സമാപനത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, സമാപന ഒരു പ്രാർത്ഥന എന്ന രീതിയിൽ റേക്കി ശക്തി എന്നിലൂടെ ചാനലൈസ് ചെയ്ത് നൽകിയതിന് റേക്കി ശക്തിക്കും യൂണിവേഴ്സിനും റേക്കി ഗുരുനാഥൻ ഡോക്ടർ മിഖാവോ ശ്രീ ഗുരുനാഥനൊക്കെ നന്ദി പറയുന്നു. അതിലൂടെ അതൊരു 3 തവണ പറയാം. അതുപോലെ എന്നിലൂടെ രോഗശാന്തി ലഭിച്ചതിന് ആ ക്ലയന്റിനും ഞാൻ നന്ദി പറയുന്നു. അപ്പൊ പിന്നെ പറയാ, ആ ഒരു വ്യക്തിയുടെ ഉയർന്ന തലങ്ങളില് ആവശ്യമായി വരുന്നിടത്തോളം സമയം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരിക്കുന്ന റേക്കി ശക്തിക്ക് നന്ദി പറയുന്നു. അപ്പോൾ ഈ റേക്കി ശക്തിയുടെ എല്ലാ ഫലവും, പോസിറ്റീവ് പ്ലസ് ഓർ മൈനസ് സംതിങ്, എല്ലാ ഫലവും ഞാൻ യൂണിവേഴ്സിന് സമർപ്പിക്കുന്നു. അപ്പോൾ അതായത് നമ്മൾ ഈ രീതിയിൽ ആ ഒരു മൈൻഡ് സെറ്റപ്പ് നമ്മൾ മറ്റുള്ളവർക്ക് റേക്കി ഹീലിംഗ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ മൈൻഡ് സെറ്റപ്പ്. ഒരു നിർഗുണ അവസ്ഥയിൽ, ഒരു ന്യൂട്രൽ അവസ്ഥയിലായിരിക്കണം നമ്മുടെ മൈൻഡ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു കർമ്മത്തിന്റെ ന്യൂട്രൽ അവസ്ഥയിൽ ഇതിന്റെ പ്ലസ് ഓർ മൈനസ് ചിന്തിക്കാതെ ഒറ്റ ഉദാഹരണത്തിന് മനസ്സിലാക്കി തരാൻ പറ്റും. ഒരു മൊബൈലും ഒരു പ്ലഗിൽ കുത്തിയിട്ട് മൊബൈലിനെ ചാർജ് ചെയ്യും, ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ എന്നത് വെറും ഒരു ചാർജറാണ് എന്നൊരു ഭാവം നമുക്കുണ്ടായിരിക്കുക. ഇതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ഒരു ചാർജറാണ്, മൊബൈലും അല്ല, ക്ലയന്റും അല്ല. ഇത് ചാനലൈസ് ചെയ്ത് കൊടുത്ത തീരുമാനമെടുത്ത് ചാനലൈസ് ചെയ്യുന്ന ഒരു പ്ലഗും അല്ല, കറണ്ടും അല്ല. ജസ്റ്റ് ചാനലൈസ് ചെയ്തിട്ട് അതിന് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് കൊടുക്കുന്ന ഒരു ചാർജറാണെന്ന ബോധത്തോടു കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് റേക്കി ഹീൽ കൊടുത്താലും അവരുടെ യാതൊരു നെഗറ്റിവിറ്റി നമ്മളിലേക്ക് ബാധിക്കുന്നതല്ല. ഇത് നമ്മുടെ റേക്കിയുടെ ലെവൽ 2 മുതലുള്ള ഏതൊരു വ്യക്തിയും അത്യാവശ്യം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വസ്തുതയാണ്. കാരണം പേടിക്കാനൊന്നുമില്ല, നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഇങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. അതുപോലെ റേക്കി പഠിക്കാൻ താല്പര്യമുള്ള, റേക്കി ദീക്ഷ സ്വീകരിച്ച് ജീവിതത്തെ വളരെയധികം ട്രാൻസ്ഫോം ചെയ്ത് മെച്ചപ്പെടുത്താൻ താല്പര്യമുള്ള ഏതൊരു വ്യക്തികൾക്കും സമീപിക്കാവുന്നതാണ്, റേക്കി ദീക്ഷ സ്വീകരിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.